ഇന്ന് നമുക്ക് ലേഡി ബോവർ റിസർവർ കാണാൻ പോയാലോ? ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു മനോഹരമായ സ്ഥലമാണിത്. ഇനി നമുക്ക് കുറച്ച് ചരിത്രം അറിയാം. ലേഡി ബോവർ റിസർവോയർ ഇംഗ്ലണ്ടിലെ ഡെർബിഷയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1935 നിർമ്മാണം ആരംഭിച്ച് 1943 പൂർത്തീകരിക്കപ്പെട്ടു. ഈസ്റ്റ് മിഡ്ലാൻഡ്സിലെ സൗത്ത് യോർക്ക്ഷയർ എന്നിവിടങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണത്തിനായിട്ടാണ് ഈ റിസർവോയർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ റിസർവോയർ നിർമ്മിക്കുന്നതിന് മുമ്പ് ഇവിടെ 2 ഗ്രാമങ്ങളുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു, ഡെർവെന്റും അഷോക്ടനും. ജലനിരപ്പ് ഉയർന്നതിൻ്റെ ഭാഗമായിട്ട് ഈ 2 ഗ്രാമങ്ങളും മുങ്ങിപ്പോയെന്നാണ് അറിയുന്നത്. ഗ്രാമത്തിലുള്ള സകല സാധനങ്ങളും വെള്ളം കൊണ്ട് ഫുള്ള് നീക്കപ്പെട്ടു. ചില വേനൽക്കാലങ്ങളിൽ ജലനിരപ്പ് കുറഞ്ഞാൽ പഴയ ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണ്ടും പുറത്തു കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ സ്ഥലം എത്താറായിട്ടുണ്ട്. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണിത്. നമ്മളിങ്ങനെ ഇറങ്ങി വരുന്നത് ഈ ഡെർവെൻ്റ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല, അകത്തോട്ട് കയറാൻ പറ്റില്ല. പക്ഷെ ഇത് കാണാനായിട്ട് നല്ലൊരു അടിപൊളി കാഴ്ചയാണിത്. നമ്മുടെ ഈ ബുക്കിൻ്റെയൊക്കെ കവർ പേജ് എങ്ങനെയാണോ കറക്റ്റ് അതുപോലെ തന്നെ നീല കളർ വെള്ളവും അതിന് ചുറ്റുമായിട്ട് പച്ച കളർ മലകളും ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണോ അതുപോലെ തന്നെ. നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഈ റിസർവോയറിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ വലിയ 2 പ്ലഗ് ഹോൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട്. നമ്മളങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കണം. അത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പ്ലഗ് ഹോൾസ് ഒക്കെ കാണാൻ പറ്റുന്നത്. കുറച്ച് ഫ്രണ്ടിലോട്ട് ഇനി നമുക്ക് നടക്കാം. ഈ നടക്കുന്നതിൻ്റെ സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമേ. ഈ മലകളിലൊക്കെ പൈൻ ട്രീസ് ആണ് തോന്നുന്നു നിൽക്കുന്നത്. ഇതതിൻ്റെ ഈ പ്ലഗ് ഹോൾസിലോട്ടുള്ള എൻട്രൻസ് ആയിരുന്നു. അത് ഇതിലേക്കൂടാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് കയറി പോകാം. ഇവിടെ നമുക്ക് ലേഡി ബോവർ റിസർവോയറിനെ കുറിച്ച് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റുമേ. ഇതാണ് ഒരു പ്ലഗ് ഹോൾ. 2 പ്ലഗ് ഹോൾസ് ഉണ്ട് മൊത്തത്തിൽ. ഇത് ഈ ജലനിരപ്പ് ഉയരുമ്പോൾ അതിലൂടെ വെള്ളം ചുറ്റിത്തിരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് അവിടെ നമുക്ക് വെള്ളം അങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ നല്ല ഭംഗിയാണ് അതിങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് കാണാനായിട്ട്. സമ്മർ ആയതുകൊണ്ട് വലിയ തണുപ്പുമില്ല, എന്നാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാണാൻ പറ്റും. ഈ താഴോട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഡാമാണെന്ന്, പക്ഷെ അവിടോട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാമേ. ഇതാണ് അതിൻ്റെ അടുത്ത 2ാമത്തെ പ്ലഗ് ഹോളാണ് ഇത്. ഈ 2 പ്ലഗ് ഹോളിൽ കൂടെയും വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം ചുറ്റിത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്കിതിപ്പോൾ കാണാൻ പറ്റില്ല. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഹൈക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. ഈ മലയുടെ മുകളിലോട്ട് പോവാം. പക്ഷേ കുറച്ച് വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അതൊരു നല്ലൊരു മനോഹരമായിട്ടൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകളിലേക്ക് എത്താനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളിത് ഫ്രണ്ട്സിനും ഫാമിലിക്കുമായിട്ട് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി. ബൈ.